ഒരു വർഷക്കാലമായി തുടരുന്ന ഇസ്രയേൽ ലബനൻ ആക്രമണത്തിന് അറുതിയാകുന്നു. വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകിയിരിക്കുന്നു ഇസ്രയേൽ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇസ്രയേലി മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇത് എല്ലാം തത്വത്തിൽ ഇസ്രയേൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ വെടിനിർത്തൽ നടപ്പാക്കുക. ഒന്ന്, ലിറ്റാനി നദിക്ക് വടക്കു ഹിസ്ബുള്ളെ നീക്കം ചെയ്യുക. അതായത് മുൻപ് തന്നെ ഇസ്രയേൽ പറഞ്ഞിരുന്നു, ലിറ്റാനി നദിക്ക് അപ്പുറം മാത്രമാണ് ഈ പറയുന്ന ഹിസ്ബുള്ളെ അടക്കമുള്ള ലെബനൻ്റെ സൈനിക വ്യൂഹങ്ങൾക്ക് സ്ഥാനമുണ്ടാകൂ എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഒന്നാമത്തെ ഈ കരാറിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തെക്കൻ ലെബനനിലുള്ള ഇസ്രയേൽ സേന പിൻവാങ്ങും. മൂന്നാമത്, അതിർത്തി തർക്കമുള്ള പ്രദേശങ്ങളിൽ ലബനൻ ഇസ്രയേൽ ചർച്ച നടത്തി അത് പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ കരാർ ഹിസ്ബുള്ള ലംഘിക്കുകയാണ് എങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു തിരിച്ചടി നൽകാൻ അമേരിക്കയുടെ ഒരു ഉറപ്പ് തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഇസ്രയേൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ US ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മധ്യസ്ഥതയിലും നിരീക്ഷണത്തിലുമായിരിക്കും ഈ കരാറുകൾ നടപ്പാക്കുക എന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ 1 വർഷമായി തുടരുന്ന ആക്രമണത്തിന് അറുതിയാകുന്നു. ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നു. ഇതാദ്യമായിട്ടാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വെടിനിർത്തൽ കരാറിനെ തത്വത്തിൽ അംഗീകരിക്കുന്നത്. പക്ഷേ ഇത് പാർലമെൻറ്റിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല. ഭരണകൂടം അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും അതൊരു വലിയ നല്ല കാര്യമായി തന്നെ കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.